പ്രചരിപ്പിക്കുന്നവരുടെ വായ അടപ്പിച്ച് ഭാരതമണ്ണിൽ വളരുന്ന ചീറ്റകൾ. പ്രൊജക്ട് ചീറ്റ പദ്ധതി വിജയകിരീടം ചൂടാൻ ഒരുങ്ങുകയാണെന്ന് എണ്ണത്തിലൂടെ വ്യക്തമാകും. ഏറ്റവും ഒടുവിലായി ഭാരതത്തിലേക്ക് 9 ചീറ്റകൾ ബോട്സ്വാനയിൽ നിന്നാണ് എത്തിയത്. 2022 സെപ്റ്റംബർ 17 നമീബിയയിൽ നിന്ന് 8 ചീറ്റകൾ മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനത്തിലെത്തി. അന്യം നിന്നുപോയ വംശത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ ആക്ഷൻ പ്ലാൻ ഫോർ റീ ഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീറ്റകളെ ഔദ്യോഗികമായി തുറന്നുവിട്ടു. വളർന്നു. ഇന്ന് രാജ്യത്തെ ചീറ്റകളുടെ എണ്ണം 48 ഒടുവിലായി ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നെത്തിച്ച 9 ചീറ്റകളെയാണ് കുനോ ദേശീയോദ്യാനത്തിൽ തുറന്നുവിട്ടത്. 6 പെൺ ചീറ്റകളെയും 3 ആൺ ചീറ്റകളെയുമാണ് കേന്ദ്ര വനം മന്ത്രി തുറന്നുവിട്ടത്. ഇത് 3ാം തവണയാണ് വിദേശത്ത് നിന്ന് ചീറ്റകളെ എത്തിക്കുന്നത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെ കൂടി എത്തിച്ചു. അതേ വർഷം ആദ്യ ചീറ്റ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 70 വർഷത്തിനിടെ രാജ്യത്ത് രേഖപ്പെടുത്തിയ ആദ്യത്തെ ചീറ്റ ജനനമായിരുന്നു അത്. അതേ മാസം തന്നെ ആദ്യത്തെ മരണവും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചീറ്റകളെ സംരക്ഷിക്കാനായി അസിമോക്സ് ജുബാറ്റസ് വെനാറ്റിക്കസ് എന്ന ഏഷ്യാറ്റിക് ചീറ്റ സ്വതന്ത്രപൂർവ്വ ഭാരതത്തിൽ പഞ്ചാബ് മുതൽ തിരുനെൽവേലി വരെയും ഗുജറാത്ത്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിലും വസിച്ചിരുന്നു. എന്നാൽ ക്രമേണ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയ ഇവയെ രാജ്യത്ത് ഏറ്റവും അവസാനം കണ്ടത് 1947 ഛത്തീസ്ഗഡിലെ കോരിയ ജില്ലയിലെ സാൽവ വനമേഖലയിലാണ്. 1952 ഇവ ഭാരതത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായതായി പ്രഖ്യാപിച്ചത്. പതിറ്റാണ്ടുകൾക്കപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം 4 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള 5 പെൺചീറ്റകൾ ഉൾപ്പെടെ ഇന്ന് രാജ്യത്ത് ജനിച്ച് അതിജീവിച്ചത് 28 ചീറ്റ കുഞ്ഞുങ്ങളാണ്. മധ്യപ്രദേശ് വനം വകുപ്പുമായും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. 2023 പദ്ധതിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാനും വഴികാട്ടാനുമായി സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനവും ഗാന്ധിനഗർ വന്യജീവി സങ്കേതവുമാണ് ചീറ്റകളുടെ പ്രാഥമിക ആവാസ കേന്ദ്രങ്ങൾ. മധ്യപ്രദേശിലെ തന്നെ നൗരദേഹി വന്യജീവി സങ്കേതം ഭാവിയിൽ ചീറ്റകളുടെ ആവാസ കേന്ദ്രമാക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ ചീറ്റ കുഞ്ഞിന്റെയും ജനനം പ്രോജക്ട് ചീറ്റയെ ശക്തിപ്പെടുത്തുകയാണ്. ചീറ്റ സംരക്ഷണം പുതിയ തലത്തിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് ബിഗ് സല്യൂട്ട്.